ചേട്ടാ എന്താടാ? ചേട്ടാ ഞാൻ പെട്ടെന്നേ ആ കേതലിനെ ഓർത്തുപോയി. അവൻ്റെ വീട് ഇവിടെ അടുത്താ, നന്ദൻകോട്. ആ വീട്ടിലിപ്പോൾ ആരൊക്കെയാണ് നിലവിൽ താമസമുണ്ട്? ആ വീട്ടിലാരും താമസമില്ല. ആ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം മരിച്ചുപോയില്ലേ. ഈ അച്ഛനമ്മ സഹോദരി പിന്നെ ബന്ധുവായിട്ടൊരു സ്ത്രീ, അങ്ങനെ 4 പേരെയാണ് കേതൽ ആ വീട്ടിലിട്ട് കൊന്ന് കത്തിച്ചത്. അപ്പോൾ ഈ വീടിപ്പം ഏതാണ്ട് ഒരു പ്രേതാലയം പോലെ കിടക്കുക, കാടൊക്കെ പിടിച്ച്. കോടികൾ ആസ്തിയില്ലേ കേരള അതിർത്തിയിലൊക്കെ അവർക്ക്? കേരള അതിർത്തിയല്ല, ഈ നന്ദൻകോട് തന്നെ ഈ വീടിരിക്കുന്ന സ്ഥലമില്ലേ, ആ സ്ഥലവും 2 നില വീടും എല്ലാം കൂടെ ഏതാണ്ട് കോടികളുടെ ആസ്തിയുണ്ട്. അത് മൊത്തം കാട് കയറി വഴിയെല്ലാം കാടായി, അതിൻ്റെ വീടിനകത്ത് മൊത്തവും മരവും ഒക്കെ കിളിച്ച് ഏതാണ്ട് ഇപ്പോൾ ഒരു ഡ്രാക്കുള കോട്ട പോലെയാണ് ആ വീട് കണ്ടു കഴിഞ്ഞാൽ. ഈ സമീപത്ത് താമസിക്കുന്നവർക്ക് ആ ഒരു പേടിയില്ലേ? അന്നത്തെ ഈ ആലോചിക്കുമ്പോൾ തന്നെ ഒരു പേടി ഉണ്ടാവില്ലേ? പേടിയെന്ന് പറഞ്ഞാൽ ഇപ്പം തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിന്നിപ്പം അവിടെ പോയായിരുന്നു പകല് വീടൊക്കെ ഒന്ന് കാണാൻ. അപ്പം അന്നേരം നാട്ടുകാരുടെ അടുത്തൊക്കെ ഇതിൻ്റെ അടുത്തുള്ള അയൽക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു. നാട്ടുകാർക്കത് ഇങ്ങനൊരു 4 പേര് മരിച്ചതുകൊണ്ട് പേടിയൊന്നുമില്ല, അവരങ്ങനെയാണ്, പേടിയൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സംഭവം നടന്നത് അവർക്കൊരു വലിയ ഷോക്കാണ്. പോലീസൊക്കെ എപ്പോഴും ഇവിടെ പെട്രോളിന് വരുന്നുണ്ട്. പിന്നെ അതുമല്ല ഇവിടെ എപ്പോഴും അടുത്തുള്ള വീട്ടിലൊന്നും ഇപ്പോഴും ആളൊന്നുമില്ല. ഇവിടെ അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. പേടിയല്ല, ഷോക്കായിരുന്നു. എന്താ ഇങ്ങനെ സംഭവിച്ചു പോയത് എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു, എന്നുള്ളൊരു ഷോക്കുണ്ടായിരുന്നു. പേടി ഇപ്പോൾ പൊട്ടിക്കിടക്കുക. LIC-ക്കാർ കുറച്ച് നാളൊരു ബോർഡ് കൊണ്ട് വെച്ചിരുന്നു, എന്നുവെച്ചാൽ അവരുടെ പ്രോപ്പർട്ടി ആണെന്നും അവർ ലോൺ എടുത്തിട്ടുണ്ടെന്നൊക്കെ. ഇപ്പം അത് കാണാറില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. എന്താ? പ്രേതം പോയിട്ട് ആത്മാവ് പോയിട്ട് ഒരില പോലും അവിടെ അനങ്ങത്തില്ല. കാരണം മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസും മന്ത്രിമാർ താമസിക്കുന്ന മന്ദിരങ്ങളുമൊക്കെ ആ കോമ്പൗണ്ടിലാണ് കേട്ടോ.